ക്രിക്കറ്റ് പ്രേമികളുടെ കാത്തിരിപ്പ് ഈ മാസം 22-ന് അവസാനിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗായ IPLന് ചെന്നൈയിൽ കൊടിയേറുകയാണ്. ചെപ്പോക്കിൽ നടക്കാനിരിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടും. റെക്കോർഡുകൾ എല്ലായ്പ്പോഴും തകർക്കപ്പെടാനുള്ളവയാണെന്നാണ് പറയാറുള്ളത്. പക്ഷേ എല്ലാ റെക്കോർഡുകൾക്കും ഇത് ബാധകമല്ല എന്നതാണ് സത്യം. ചില റെക്കോർഡുകൾ ഒരിക്കലും തകർക്കപ്പെടാൻ സാധ്യതയില്ല. IPLലും ഈ തരത്തിൽ തിരുത്തപ്പെടാൻ സാധ്യതയില്ലാത്ത ചില അവിശ്വസനീയ റെക്കോർഡുകളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് യൂണിവേഴ്സൽ ബോസ് എന്നറിയപ്പെടുന്ന വെസ്റ്റ് ഇൻഡീസിൻ മുൻ ഇതിഹാസം ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡാണ്. ടൂർണമെൻറ്റിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമാണ്. 2013-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി കളിക്കവെയാണ് ഗെയിൽ ഇത് സ്ഥാപിച്ചത്. ഇപ്പോൾ ടൂർണമെൻറ്റിൻ്റെ ഭാഗമല്ലാത്ത പൂനെ വാരിയർസിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഹാര താണ്ഡവം. പുറത്താകാതെ 175 റൺസാണ് ഗെയിൽ എന്ന് വാരിക്കൂട്ടിയത്. 17 സിക്സറും 13 ഫോറുകളും അടക്കമായിരുന്നു ഇത്. 10 വർഷങ്ങൾ പിന്നിട്ടിട്ടും മറ്റാർക്കും ഈ നേട്ടത്തിന് അരികിലെത്താൻ പോലും സാധിച്ചിട്ടില്ല. പ്ലേ ഓഫിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആധിപത്യമാണ് IPLൽ തകർക്കപ്പെടാൻ സാധ്യതയില്ലാത്ത രണ്ടാമത്തെ റെക്കോർഡ്. ടൂർണമെൻറ്റിൻ്റെ ചരിത്രമെടുത്താൽ CSKയും പ്ലേ ഓഫും തമ്മിലുള്ള പ്രേമം ആരെയും അതിശയിപ്പിക്കും. ഇതുവരെ കളിച്ചിട്ടുള്ള 14 സീസണുകളിൽ 12ലും CSK പ്ലേ ഓഫിലെത്തിയിട്ടുണ്ട്. മറ്റൊരു ടീമും ടൂർണമെൻറ്റിൽ ഇത്രയും പ്ലേ ഓഫുകളിൽ ഭാഗമായിട്ടില്ല. 10 ഫൈനലിൽ മാറ്റുരച്ച CSK 5 കിരീടം ചൂടിയപ്പോൾ ശേഷിച്ച 5 തോൽക്കുകയായിരുന്നു. ഏറ്റവും അധികം തവണ ഫൈനലിലെത്തിയ ടീമും ധോണിപ്പട തന്നെയാണ്. വിരാട് കോഹ്ലിയുടെ റൺവേട്ടയാണ് IPLൽ തകർക്കാൻ സാധ്യതയില്ലാത്ത മൂന്നാമത്തെ റെക്കോർഡ്. ഒരു സീസണിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയ താരമെന്ന റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമാണ്. 2016-ലായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനൊപ്പം കോഹ്ലിയുടെ അവിശ്വസനീയമായ റൺവേട്ട. സീസണിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് 973 റൺസാണ്. 4 സെഞ്ചുറികളും 7 50+ സ്കോറും ഉൾപ്പെടെയാണിത്. ടീമിനെ അന്ന് ഫൈനലിലേക്ക് എത്തിക്കാനും ക്യാപ്റ്റൻ കൂടിയായ കോഹ്ലിക്കായി. പക്ഷേ കലാശ പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോൽക്കുകയായിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ MS ധോണിയുടെ വിജയക്കുതിപ്പാണ് 4ാമത്തെ റെക്കോർഡ്. IPLൽ ഏറ്റവും അധികം മത്സരങ്ങളിൽ ക്യാപ്റ്റനായ താരമെന്ന റെക്കോർഡ് അദ്ദേഹത്തിനാണ്. 226 മത്സരങ്ങളിലാണ് ധോണി ടീമിനെ നയിച്ചത്. ഇതിൽ 133 മത്സരങ്ങളിൽ അദ്ദേഹം ടീമിനെ വിജയിപ്പിക്കുകയും ചെയ്തു. ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച വിജയശതമാനമുള്ള ക്യാപ്റ്റനും ധോണി തന്നെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനെ മാത്രമല്ല പൂനെ സൂപ്പർ ജയൻസ് ടീമിനെയും അദ്ദേഹം നയിച്ചിട്ടുണ്ട്. 2016-17 സീസണുകളിൽ CSK IPLൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടപ്പോഴായിരുന്നു ഇത്. വിരാട് കോഹ്ലിയും സൗത്ത് ആഫ്രിക്കയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം AB de Villiers തമ്മിലുള്ള റെക്കോർഡ് കൂട്ടുകെട്ട് IPLൽ തകർക്കാൻ സാധ്യമായ 5ാമത്തെ റെക്കോർഡ്. 2016 IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയായിരുന്നു ഇരുവരെയും ഞെട്ടിക്കുന്ന കൂട്ടുകെട്ട്. ഗുജറാത്ത് ലയൺസുമായുള്ള മത്സരത്തിൽ 2ാം വിക്കറ്റിൽ കോഹ്ലി ഡിവിലിയേഴ്സ് ജോഡി വാരിക്കൂട്ടിയത് 229 റൺസായിരുന്നു. ഈ റെക്കോർഡിനെ വെല്ലുവിളിക്കാൻ ഇപ്പോഴും ഒരു ജോഡിക്കുമായിട്ടില്ല.